ആ ശിർക്കുകൾ പ്രചരിപ്പിച്ച് അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ, ഖബറിന് മാത്രമല്ല സൃഷ്ടികൾക്ക് ആർക്കും സുജൂദ് ചെയ്യാം എന്നിടത്ത് നിങ്ങൾ സക്കാഫികൾ എത്തിത്തുടങ്ങി. അപ്പൊ സക്കാഫത്ത് ബിരുദത്തിന്റെ കോലം എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളെ പറ്റി പറഞ്ഞപ്പോ കെ മൗലവിക്കും അറിയില്ല, നിങ്ങളെ ഉസ്താദുമല്ല, ഉസ്താദിന്റെ നിങ്ങളേത് ഉസ്താദ് പഠിപ്പിച്ചതാ? ഏത് ബിരുദം? ഈ ബിരുദം കൊടുക്കുക, ഇയാളെ ബിരുദങ്ങൾ പിൻവലിക്കോ? ഇയാളുകളെ തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരാളാ, ഇയാള് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇയാളെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അയാൾ നിഷേധിക്കുന്നത് ഇതിലുണ്ട് ഏതുപോലെ ഇതിലുണ്ട്. ഞാൻ ആ ക്യാമറ മുമ്പ് കാണിക്കണ്, ഏതാന്ന് പറയില്ല, ഞാനും ഏതാന്ന് പറയില്ല. അത് നിങ്ങളാ രാവിലെ പഠിപ്പിച്ചത് നിങ്ങളാ. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചിരിക്കും. അതാ നമ്മളെ ചോദ്യം. ഞാൻ ഈ വായിച്ചത് അതിലുണ്ടോ അല്ലേ? നിങ്ങളെ സക്കാഫി അങ്ങനെ എഴുതിയിട്ടുണ്ടോ അല്ലേ? ഉമർ മൗലവി പറഞ്ഞത് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നതാണ്. ഇങ്ങോട്ട് കൊടുത്തേ, ഞങ്ങൾ വായിച്ചു. അതെ, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളെ സുജൂദ് ശിർക്കല്ല. മലക്കുകളെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ മൂടി വെച്ച് വായിക്കൽ നിങ്ങൾ സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോ മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം മലക്കുകള് ആദം നബിക്ക് സുജൂദ് ചെയ്ത് ശിർക്കല്ല. ഇതിലാർക്കാണ് തർക്കം? പിന്നെ ഞങ്ങളെ കൂട്ടത്തിന്ന് കാദിയാനിക്ക് പോകുന്നു. ചേകനൂർ എങ്ങനെയാ പോയെന്നറിയാം നിങ്ങള്? അതെ, പൂനൂർ അബൂബക്കർ മൗലവി എങ്ങനെയാ പോയത്? കാദിയാനിക്ക് പോയത് മുജാഹിദ് എന്നല്ലേ? ഞങ്ങളെ കൂട്ടത്തിന്ന് ആദ്യം മുജാഹിദ് ആകുക, പിന്നെ കാദിയാനി ആകുക, പിന്നെ ചേകനൂരാകുക. പിഴച്ച് ഇങ്ങനെ പോകലല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്താകുക ആർക്കറിയാം? അതിങ്ങനെ പോകലല്ലേ? അത് എല്ലാവരും പിഴച്ചു പോലെ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് തന്നെയാണ് ഉമർ മൗലവിയും എഴുതിയത്. സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്ന കണ്ടാൽ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നത് വിഗ്രഹത്തിന്. നേരത്തെ പറഞ്ഞ ആൾക്കാ, ഇത് വിഗ്രഹത്തിനാ. ഉമർ മൗലവി പറഞ്ഞ വിഗ്രഹത്തിന് സുജൂദാ, മറ്റത് മലക്കിനാ. അത് നബി ആൾക്കാണ്. ആൾക്ക് സുജൂദിനെ പറ്റി അവിടെ പറഞ്ഞു തന്നെ. ഇത് വിഗ്രഹത്തിനാ മൗലവി പറയുന്നത്. എന്നിട്ട് നോക്കൂ, പറയാണ് വിഗ്രഹത്തിന് സുജൂദായിട്ടു തന്നെയാണോ അങ്ങനെ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലോ എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ഒരു കമ്മീഷൻ നിശ്ചയിക്കണം. എന്തിന്? സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ട. സുജൂദിന്റെ രൂപത്തിൽ കിടക്കല കുമ്പിടലല്ലേ? കിടന്നാ സുജൂദാ? അപ്പൊ എന്താണ് ഈ പറഞ്ഞതെന്ന് അറിയില്ല. എന്നിട്ട് വിഗ്രഹത്തിന് സുജൂദ് ചെയ്താൽ തന്നെ വിശ്വാസം നോക്കാണ്ട് പറഞ്ഞുകൂടാന്ന് എഴുതിയ നിങ്ങളാണോ ഇവിടെ മലക്കുകളോട് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ശിർക്കല്ല എന്ന് പറയുന്നതിനെ എതിർക്കുന്നത്? ഖുർആനിൽ അങ്ങനെ ഇല്ലേ? അതുപോലെ തന്നെ യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്ത് ഖുർആനിൽ ഇല്ലേ? അതൊക്കെ ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ മതത്തിൽ സുജൂദ് കൊണ്ട് ബഹുമാനിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ അപ്പുറവും ഇപ്പുറവും മൂടി വെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഖാദിയാനിസത്തിലേക്ക് പോകുന്നത് സഖാഫി ബിരുദമാണോ എന്ന് പറയുന്നത് ശരിയല്ല, ഒരിക്കലും തന്നെ ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മൂടി വെച്ച് വായിക്കുന്ന ഏർപ്പാട് നിർത്തണം. ഞങ്ങളെ മുന്നിൽ വെച്ചത് നടക്കില്ല. നിങ്ങൾ ആ വായിച്ചതിന് നിങ്ങൾ ഈ ജനങ്ങളോട് നിങ്ങൾ പറയണം ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, തെറ്റിദ്ധരിപ്പിച്ചത് തെറ്റാണ് നിങ്ങൾ പറയണം. അതാണ് ഒരു മാന്യത. നിങ്ങൾ ഒരിക്കലും തന്നെ മൂടി വെച്ച് പറയുന്നത് ശരിയല്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മൂടി വെച്ച് സംസാരിക്കുന്നത്? എന്തുകൊണ്ട് സത്യസന്ധരായി ജീവിച്ചുകൂടാ? സത്യം പറഞ്ഞുകൂടെ? പിന്നെ ശഫാഅത്ത് ചോദിക്കുന്നു. ഇത് ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നു ശഫാഅത്ത് ചോദിക്കലുണ്ട്, ശഫാഅത്ത് റസൂലുള്ള ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശഫാഅത്ത് ചോദിക്കലുണ്ട്, റസൂലുള്ള ശഫാഅത്ത് ചെയ്യും, ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്യും. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ശഫാഅത്ത് ചോദിച്ചതുകൊണ്ട് അത് ശിർക്കാകുമെന്നാണോ? ആര് പറഞ്ഞു? ഇബ്നു ഹജർ തുഹ്ഫയിൽ പറഞ്ഞതും അതുപോലെ തന്നെ സവാജിറിൽ പറഞ്ഞതുമായ ഒരു കാര്യം, അത് വ്യക്തമായി ഒരു സഖാഫി എഴുതിയതിന് എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന്റെ
ഞങ്ങളെ മുന്നിൽ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വാദപ്രതിവാദമാണിത്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. സാധാരണ പ്രസംഗത്തിൽ ആളുകൾക്ക് അറിയില്ല, അപ്പുറം നിങ്ങൾ മൂടി വെക്കുന്നത് മനസ്സിലാവൂല. നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളെ മുന്നിൽ പറയണം. അല്ലാതെ ഈ വാദപ്രതിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ ഒരു കാര്യം ഈ വഞ്ചനയിലൂടെയാണോ വാദപ്രതിവാദം കൊണ്ടുപോകേണ്ടത്? മുമ്പിലിരിക്കുമ്പോൾ ഇതൊന്നും തെളിയിക്കാൻ കഴിയൂല നിങ്ങൾക്ക്, മനസ്സിലായില്ലേ? ഇത് വ്യക്തമായി തന്നെ എഴുതിയതാ. ഇപ്പൊ അവര് വായിച്ചല്ലോ, വായിച്ച ഈ ഇതിലുള്ളതാ, മഴതലുള്ളിലും സോവനീറിലുള്ളതാ. അതെ, ലാ ഇലാഹ എന്ന് മാത്രം പറഞ്ഞാൽ മുശ്രിക്കാവൂലേ? ഇല്ലല്ല വായിക്കണ്ടേ? വെറും ലാ ഇലാഹ വായിക്കല? ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് പറയാ, ഇല്ലല്ല കേട്ടേ. അതുകൊണ്ട് ഇത് തെളിയണം, അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ് പിൻവലിക്കണം. എല്ലാവരും അവനവന്റെ സ്ഥലത്ത് ഇരിക്കണം, സദസ്സിലിരിക്കണം. ആ സദസ്സിൽ എല്ലാവരും അടങ്ങിയിരിക്കണം. ചർച്ച അതല്ല ഇവിടുത്തെ, ചർച്ച അതല്ല, അത് മനസ്സിലാക്കണം. ഇവിടെ ചർച്ച സുജൂദ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിരിക്കുന്നു എന്നാണ് ചർച്ച. മൗലവി ശ്രദ്ധിക്കണം, കളവ് പറയാൻ എല്ലാവരും കളവാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ സമയമാണ് പറഞ്ഞിട്ടില്ല, പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞത്, പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല മൗലവി. വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ് പറയലുണ്ടല്ലോ, നടക്കൂ. ഈ ഇതുമായി ബന്ധപ്പെട്ട ഭാഗം വന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരുമല്ല, അതാണ് തീർത്തി. ഒന്ന് ഇരിക്കി. ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും ഒരു എല്ലാവരും ഒന്ന് ഇരിക്കാമെന്ന് വായിക്കട്ടെ. എന്റെ സമയമാണ്, ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി, എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കല എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും, അതിന്റെ അപ്പുറവും ഇപ്പുറവും. ഇതെന്താണ് ചർച്ച അതല്ല ഇവിടുത്തെ, ചർച്ച അതല്ല, അത് മനസ്സിലാക്കണം. ഇവിടെ ചർച്ച സുജൂദ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിരിക്കുന്നു എന്നാണ് ചർച്ച. മൗലവി ശ്രദ്ധിക്കണം, കളവ് പറയാൻ എല്ലാവരും കളവാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ സമയമാണ്, പറഞ്ഞിട്ടില്ല, പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞത്, പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല മൗലവി. വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ് പറയലുണ്ടല്ലോ, നടക്കൂ. ഞാൻ പെട്ടതുപോലെ പെട്ടുപോകരുത്, ഞാൻ പെട്ടതുപോലെ പെട്ടുപോകരുത്.